നിങ്ങൾക്കറിയാമോ, നമ്മുടെ പുരിക മധ്യത്തിൽ ശാസ്ത്രം പീനിയൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ഒരിടത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. അതാണ് ആജ്ഞാചക്രം. ഇത് വെറുമൊരു ആത്മീയ സങ്കല്പമല്ല. ഇത് സമയത്തെയും യാഥാർത്ഥ്യത്തെയും നിയന്ത്രിക്കാൻ പോകുന്ന ഒരു എൻജിനീയറിംഗ് ആണ്. എങ്ങനെയാണ് ശബ്ദത്തെയും പ്രകാശത്തെയും ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്? ഗേജരി മുദ്രയിലൂടെ ശരീരത്തിനുള്ളിൽ അമൃതധാര ഉൽപ്പാദിപ്പിക്കുന്ന ആ രഹസ്യവിദ്യ എന്താണ്? ഭൂതകാലത്തിൻ്റെയും ഭാവികാലത്തിൻ്റെയും ചിന്തകളെ ഇല്ലാതാക്കി ഈ നിമിഷാർദ്ധത്തിൽ എങ്ങനെ വർത്തമാനകാലത്ത് സ്ഥിരപ്രതിഷ്ഠ നേടാം? ഏറ്റവും പ്രധാനമായി എനർജി ഫീൽഡിൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ആ നിരീക്ഷണ ശക്തി എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? ഇതൊരു വിജ്ഞാന യാത്രയാണ്. പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിൽ ലയിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മൂന്നാം കണ്ണ് ഉണരാൻ സമയമായി. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് കേവലം ഒരു ചക്രത്തെക്കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് മനുഷ്യൻ്റെ ബോധത്തെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, അതായത് സമയത്തിനും കാലത്തിനും അതീതമായ ഒരു തലത്തിലേക്ക് ഉയർത്തുവാനുള്ള ഒരു മഹത്തായ യാത്രയാണ്. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ലോകം ഭൗതികമാണ്. എന്നാൽ നമ്മുടെ തലച്ചോറ് വ്യാഖ്യാനിക്കുന്ന ലോകം അതിനേക്കാൾ വലിയൊരു പ്രപഞ്ചമാണ്. ഇതിനെല്ലാം അപ്പുറം ഒരു കവാടമുണ്ട്. നമ്മുടെ പുരിക മധ്യത്തിൽ, തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രം. താന്ത്രിക ശാസ്ത്രത്തിൽ ആജ്ഞാചക്രത്തെ ബിന്ദു എന്ന് വിളിക്കും. ഒരു ബിന്ദുവിലാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം തന്നെ. നമ്മുടെ പുരിക മധ്യത്തിലെ ഈ ബിന്ദുവിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവ സ്ഥാനവുമായി നേരിട്ട് കണക്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കും യോഗികൾ പുരിക മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറയുന്നത്? ശാസ്ത്രം ഇന്ന് അതിനൊരു ഉത്തരം നൽകുന്നത് അവിടെയാണ് പീനിയൽ ഗ്ലാൻഡ് അഥവാ മൂന്നാം കണ്ണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ഇത് വെറുമൊരു ഗ്രന്ഥി മാത്രമല്ല, പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു ജൈവിക സെൻസറാണ്. നമ്മിലെ മെലാറ്റോണിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഉറക്കത്തെയും ഉണർച്ചയെയും ആത്മീയ അനുഭവങ്ങളെയും സ്വാധീനിക്കുന്ന മാന്ത്രികമായ ഒരു ഗ്രന്ഥിയാണിത്. ഈ മെലാറ്റോണിൻ ശരീരത്തിലെ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആജ്ഞാചക്രത്തിലെ ധ്യാനം വഴി മെലാറ്റോണിൻ ഉൽപാദനം വർദ്ധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് ക്രമീകരിക്കുവാനും അകാല വാർദ്ധക്യം തടയുവാനും നമ്മെ സഹായിക്കും. ആജ്ഞാചക്രത്തിൻ്റെ ജ്യാമിതി പരിശോധിച്ചാൽ ഇതൊരു വെളുത്ത വൃത്തത്തിനുള്ളിലെ അധോമുഖമായ ത്രികോണമായാണ് താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ വൃത്തം അനന്തമായ ശൂന്യതയെയും ത്രികോണം ഊർജത്തിൻ്റെ ഉത്ഭവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ആജ്ഞാചക്രം എന്ന് വിളിക്കുന്നത്? ആജ്ഞ എന്നാൽ അധികാരം എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും മനസ്സിൻ്റെയും വികാരങ്ങളുടെയും അടിമകളായി ജീവിക്കുകയാണല്ലോ പതിവ്. എന്നാൽ ആജ്ഞാചക്രം ഉണരുന്നതോടുകൂടി നമ്മൾ മനസ്സിനോട് ആജ്ഞാപിക്കാൻ തുടങ്ങും. ശരീരത്തിലെ മറ്റ് ചക്രങ്ങൾ ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുമ്പോൾ ആജ്ഞാചക്രം ചെയ്യുന്നത് നിരീക്ഷിക്കുക മാത്രമാണ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ കഥാപാത്രമല്ലല്ലോ, പ്രേക്ഷകനല്ലേ. അതുപോലെ ജീവിതത്തിലെ സകല സംഘർഷങ്ങളെയും ഒരു സാക്ഷിഭാവത്തോടെ, അതായത് ഒരു നിരീക്ഷകനായി കാണാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ഈ കേന്ദ്രമാണ്.
ഈ ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നത് വെറുമൊരു പ്രകാശം കാണലല്ല, മറിച്ച് സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു ക്ലോക്ക് പോലെ ഇത് പ്രവർത്തിക്കുകയാണ്. ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ചിന്തകളെ ഇല്ലാതാക്കി ഈ നിമിഷത്തിൽ വർത്തമാനകാലത്ത് സ്ഥിരത നേടുവാനുള്ള അതീവ രഹസ്യമായ വിദ്യയാണിത്. ഇന്നലെ വരെ നമ്മൾ ഈ ലോകത്തെ കണ്ടത് വെറും 2 കണ്ണുകൾ കൊണ്ടാണ്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ഈ ലോകത്തെ നമുക്കുള്ളിലെ 3ാം കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുകയാണ്. ആജ്ഞാചക്രത്തിൻ്റെ അടിത്തറയും പീനിയൽ ഗ്ലാൻഡിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെയും നമ്മൾ മനസ്സിലാക്കി. ഈ ചക്രത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു പ്രവർത്തന തലത്തെക്കുറിച്ച്, എങ്ങനെ ശബ്ദവും പ്രകാശവും ഒന്നായി മാറുന്നു എന്ന രഹസ്യത്തിലേക്ക് നോക്കാം നമുക്ക്. ഭൗതികശാസ്ത്രം പറയുന്നത് ശബ്ദവും പ്രകാശവും വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള ഊർജങ്ങളാണെന്നാണ്. എന്നാൽ താന്ത്രിക ശാസ്ത്രം ഒരു പടി കൂടി കടന്നു ചിന്തിക്കുന്നത് ഉയർന്ന ആവൃത്തിയിൽ ശബ്ദം പ്രകാശമായി രൂപാന്തരപ്പെടുന്നു എന്നാണ്. നമ്മൾ സംസാരിക്കുന്ന എല്ലാ ഭാഷകളിലെയും ചില പ്രത്യേക അക്ഷരങ്ങൾ ആജ്ഞാചക്രത്തെ അനായാസം ഉത്തേജിപ്പിക്കും. ഉദാഹരണത്തിന് ഹം, ക്ഷ, ഓം തുടങ്ങിയ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ നമ്മുടെ പുരികമധ്യത്തിൽ നേരിയ തോതിലുള്ള ഒരു മർദ്ദം സൃഷ്ടിക്കും. സംസ്കൃത ഭാഷ രൂപപ്പെടുത്തിയത് തന്നെ ഈ ചക്രങ്ങളെ ഉണർത്താൻ വേണ്ടിയുള്ള ശബ്ദ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നുള്ള നിഗൂഢാത്മകമായ ഒരു അറിവ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ 2 ഇതളുകൾ ശിവനെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നവയാണ്. ഇവ രണ്ടും പുരികമധ്യത്തിൽ സംഗമിക്കുമ്പോൾ അവിടെ ഒരു ഊർജ സ്ഫോടനം തന്നെ സംഭവിക്കും. നമ്മൾ കണ്ണുകൾ പകുതി അടച്ച് പുരികമധ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പുറം ലോകത്തു നിന്നുള്ള ദൃശ്യങ്ങളെ നമ്മുടെ തലച്ചോറ് അവഗണിക്കാൻ തുടങ്ങും. വിവരങ്ങളുടെ വരവ് നിൽക്കുമ്പോൾ തലച്ചോറ് അതിൻ്റെ ഉള്ളിലേക്ക് തിരിയും. ഈ അവസ്ഥയിൽ അത് സ്വന്തമായി പ്രകാശ ദൃശ്യങ്ങൾ സൃഷ്ടിക്കും. ഇതിനെയാണ് യോഗികൾ ദിവ്യദർശനം അഥവാ ആജ്ഞാചക്രത്തിൻ്റെ ഉണർവ് എന്നെല്ലാം വിളിക്കുന്നത്. ഇതിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്നത് ഓം എന്ന മന്ത്രമാണ്. ഇത് വെറും ഒരു ശബ്ദമല്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രപഞ്ചത്തിൻ്റെ താളമാണ് ഓം. നമ്മളിവിടെ ഓം എന്ന ആഴത്തിൽ ഉച്ചരിക്കുമ്പോൾ തലയോട്ടിയിൽ ഒരു സൂക്ഷ്മമായ വിറയൽ ഉണ്ടാകും. ഈ വിറയൽ പീനിയൽ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കും. അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത എന്നത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം പീനിയൽ ഗ്ലാൻഡിൽ തട്ടി പ്രതിഫലിക്കുകയും അത് തലച്ചോറിലെ ഭാഷാപരമായ മേഖലയായ ബ്രോക്കസ് ഏരിയ വഴി തിരികെ വരികയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഈ പ്രക്രിയ നമ്മെ പൂർണ്ണമായും ചിന്തകളിൽ നിന്ന് വിടുവിച്ച് ആഴത്തിലുള്ള മൗനത്തിലേക്ക് നമ്മെ നയിക്കും. ശരി, ഇതെങ്ങനെ പരിശീലിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണുകൾ പകുതി അടച്ച് പുരിക മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വളരെ സാവധാനം, ശബ്ദം പുറത്ത് കേൾക്കാതെ ഓം എന്ന് ജപിക്കണം. ഈ ശബ്ദം നമ്മുടെ നാവിലല്ല, പുരിക മധ്യത്തിൽ ഒരു വിറയലുണ്ടാക്കുന്നതായി സങ്കല്പിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചാൻറ്റിങ് നിർത്താം. പക്ഷെ ആ വിറയൽ അവിടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. ആ വിറയലിനെ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മൾ നാദബ്രഹ്മത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തിക്കഴിഞ്ഞു. ആ വിറയലാണ് നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ ശബ്ദരൂപം. പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധ്യാനാവസ്ഥയിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ആൽഫ അല്ലെങ്കിൽ തീറ്റ തരംഗങ്ങളിലേക്ക് മാറും. നമുക്കറിയാം, മിക്കവാറും ആളുകൾ എപ്പോഴും ബീറ്റ തരംഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ആജ്ഞാചക്രം ഉണരുമ്പോൾ തലച്ചോറ് ഉയർന്ന തരംഗങ്ങളിലേക്ക് മാറുകയും അത് സാധാരണ ചിന്തകൾക്കപ്പുറമുള്ള അതീന്ദ്രിയമായ അറിവുകൾക്ക് കവാടം തുറക്കുകയും ചെയ്യും. നമ്മുടെ ജീവിത രീതിയും ഭക്ഷണശീലങ്ങളും മൂലം പലരുടെയും പീനിയൽ ഗ്ലാൻഡിൽ ചെറിയ തോതിൽ കാൽസ്യം അടിയാറുണ്ട്. ഇതൊരു നിശബ്ദമായ തടസ്സമാണ് കേട്ടോ. ധ്യാനത്തിലൂടെയും പ്രത്യേക ശ്വസന രീതികളിലൂടെയും ഈ കാൽസിഫിക്കേഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ആജ്ഞാചക്രം ഉണരാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഒരു ചെറിയ തടസ്സമാണെന്ന് പലരും അറിയാത്ത ഒരു രഹസ്യമാണ്.
നമ്മളിപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയും അതിൻ്റെ ശബ്ദ പ്രകാശ വൈബ്രേഷനുകളെയും കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് യോഗവിദ്യയിലെ ഏറ്റവും രഹസ്യമായ എന്നാൽ ഏറ്റവും ശക്തമായ, അതായത് ശരീരത്തിനുള്ളിൽ തന്നെ അമൃതം ഉൽപ്പാദിപ്പിക്കുന്ന ആന്തരിക രസവാദത്തിലേക്കൊന്ന് എത്തി നോക്കാം. മനുഷ്യ ശരീരത്തെ വെറുമൊരു മാംസപിണ്ഡമായല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ പേറുന്ന ഒരു ക്ഷേത്രമായാണ് തന്ത്രശാസ്ത്രം കാണുന്നത്. ഇവിടെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ നാവിൻ്റെ സ്ഥാനത്താണ്. താന്ത്രിക വിദ്യയിൽ ഗേജരി മുദ്ര എന്നറിയപ്പെടുന്ന ഒരു ക്രിയയുണ്ട്. നാവിനെ മുകളിലേക്ക് മടക്കി അണ്ണാക്കിൻ്റെ മൃദുവായ ഭാഗത്ത് അമർത്തിപ്പിടിക്കുന്ന അവസ്ഥയാണിത്. നാവിനെ മുകളിലേക്ക് മടക്കി അണ്ണാക്കിൽ അമർത്തുന്നത് മാത്രമല്ല, ഇതൊരു ന്യൂറൽ ബൈപ്പാസ് ആണെന്ന് പറയാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ അണ്ണാക്കിൻ്റെ മധ്യഭാഗത്ത് അനേകം സൂക്ഷ്മ നാഡികൾ സന്ധിക്കുന്നുണ്ട്. ഗേജരി മുദ്രയിലൂടെ നാവിനെ അവിടെ ഉറപ്പിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയെ നാം നേരിട്ട് ഉത്തേജിപ്പിക്കുകയാണ്. സാധാരണയായി പുറത്തു നിന്നുള്ള സിഗ്നലുകളെ ആശ്രയിക്കുന്ന ഈ ഗ്രന്ഥി ഈ മുദ്രയിലൂടെ ആന്തരിക നിയന്ത്രണം ഏറ്റെടുക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ക്ലോക്കിനെ മെല്ലെയാക്കുകയും കോശങ്ങളുടെ പ്രായമാകൽ തടയുന്ന ഒരു ജൈവിക പ്രതികരണത്തിന് തുടക്കമിടുകയും ചെയ്യും. നമ്മുടെ നാവ് അണ്ണാക്കിൽ അമരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയായ വാഗസ് നാഡിയിൽ ഒരു ചെറിയ സമ്മർദ്ദം അനുഭവപ്പെടും. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥയിൽ നിന്ന് മാറ്റി ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റും. ഈ ഘട്ടത്തിൽ തൊണ്ടയിലെ അമൃതധാര ആജ്ഞാചക്രത്തിലേക്ക് കുതിക്കുകയും വലത് തലച്ചോറിൻ്റെ ഭാവനയും ഇടത് തലച്ചോറിൻ്റെ യുക്തിയും തമ്മിൽ ഒന്നാകുന്ന ഒരു അവസ്ഥ നമ്മിൽ അത് ഉണ്ടാക്കും. ഇത് ചെയ്യുമ്പോൾ തലച്ചോറിലെ ഗ്രന്ഥികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തൊണ്ടയിലെ വിശുദ്ധി ചക്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഊർജധാര, അമൃതം ഇതുവഴി ആജ്ഞാചക്രത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ഇതൊന്നും വെറും വിശ്വാസമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലെ ബയോകെമിക്കൽ പ്രവർത്തനങ്ങളെ അടിമുടി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഈ അമൃതധാരയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലെ സാധാരണ ഊർജം എപ്പോഴും താഴേക്ക്, അതായത് നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുദ്ര വഴി ആ ഊർജത്തെ നമുക്ക് മുകളിലേക്ക്, ആജ്ഞാചക്രത്തിലേക്ക് തിരിച്ചുവിടാവുന്നതാണ്. ഈ അമൃതം ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവം അവിശ്വസനീയമാണ്. അത് ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയെ മുകളിൽ നിന്ന് കാണുമ്പോൾ ലഭിക്കുന്ന അനുഭവം പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരൊറ്റ യൂണിറ്റായി കാണാൻ സാധിക്കുന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആജ്ഞാചക്രം എന്നത് കേവലം ഒരു കേന്ദ്രമല്ല, മറിച്ച് അനശ്വരതയുടെ അനുഭവത്തിലേക്കുള്ള ഒരു കവാടമാണ് എന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അസ്തമിക്കുന്ന സമയത്തെയും കാലത്തെയും അതിജീവിക്കുന്ന ഒരു ശാന്തത ഇവിടെ നമുക്ക് അനുഭവപ്പെടും. ഗേജരി മുദ്ര പരിശീലിക്കുമ്പോൾ നമ്മുടെ നാക്കിൻ്റെ ചലനം പോലും പ്രപഞ്ച താളത്തിനനുസരിച്ചാവും. തുടക്കത്തിൽ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാം, എന്നാലും കാലക്രമേണ നമ്മൾ സ്വയം ഒരു ചാനലായി മാറും. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ വാക്കുകളായിരിക്കില്ല, മറിച്ച് പ്രപഞ്ച സത്യങ്ങളായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യുകയും ഭയം വിട്ടുമാറുകയും അഗാധമായ ഒരു ആത്മവിശ്വാസം നമ്മിൽ നിറയ്ക്കുകയും ചെയ്യും. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്നേ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയും നമ്മുടെ നാഭിയിലൂടെയും തൊണ്ടയിലൂടെയും ഈ കവാടത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ഗേജരി മുദ്ര വെറുമൊരു ശാരീരിക വ്യായാമമല്ല. ഇത് നമ്മുടെ ശരീരത്തിലെ അതീവ നിഗൂഢമായ നാഡീവ്യൂഹത്തെയാണ് തൊട്ടുണർത്തുന്നത്. തെറ്റായ രീതിയിലുള്ള പരിശീലനം, അതായത് അമിതമായ ബലപ്രയോഗവും നാഡികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. ഇത് ചെയ്യുന്നതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം അനിവാര്യമാണ്. ഒരു അമ്പെയ്ത്തുകാരൻ വില്ല് കുലയ്ക്കുന്നത് പോലെയാണ് ഈ ക്രിയ. അമിതമായി ഞാൻ വലിച്ചാൽ വില്ലൊടിയും, കുറഞ്ഞു പോയാൽ ലക്ഷ്യത്തിലെത്തുകയുമില്ല. അതിനാൽ ശാന്തതയും കൃത്യതയുമാണ് ഇതിൻ്റെ ആണിക്കല്ല്. നമ്മളിവിടെ ആജ്ഞാചക്രത്തിൻ്റെ ശാസ്ത്രവും ശബ്ദ പ്രകാശ രഹസ്യങ്ങളും ആന്തരിക രസവാദവും മനസ്സിലാക്കി.
ഇനി നമുക്ക് ഈ ചക്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രായോഗിക രഹസ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി, സമയമെന്ന ഘടകത്തെ എങ്ങനെ ബോധപൂർവം നിയന്ത്രിക്കാം എന്ന വിദ്യയിലേക്ക് കടക്കാം. ആജ്ഞാചക്രം ഉണരുന്നു എന്ന് പറയുന്നത് കേവലം ഒരു പ്രകാശത്തെ കാണലല്ല, മറിച്ച് ഇത് സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു സൂക്ഷ്മമായ ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്നു എന്നാണ്. തന്ത്രശാസ്ത്രത്തിൽ ആജ്ഞാചക്രത്തെ കാലഭൈരവന്റെ വാസസ്ഥലമായാണ് വിശേഷിപ്പിക്കുന്നത്. കാലൻ എന്നാൽ സമയത്തിൻ്റെ അധിപൻ എന്നാണല്ലോ അർത്ഥം. ഒരു സാധാരണ മനുഷ്യൻ സമയത്തിൻ്റെ അടിമയാണ്. എന്നാൽ ആജ്ഞാചക്രം ഉണരുമ്പോൾ സമയം നമ്മിലൂടെ ഒഴുകുന്ന ഒരു പുഴയായി മാറുകയാണ്. ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യാനുള്ള കൃത്യമായ സമയം നമുക്കുള്ളിൽ നിന്ന് ഒരു അറിവായി വരും. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കാലക്രമവുമായി ലയിച്ചു ചേരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അസാധ്യമായ കാര്യങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ സംഭവിക്കാൻ തുടങ്ങും. സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സെപ്പോഴും ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലും ഭാവി കാലത്തിൻ്റെ ആശങ്കകളിലുമാണല്ലോ സഞ്ചരിക്കുന്നത്. എന്നാൽ ആജ്ഞാചക്രം സജീവമാകുന്നതോടെ നമ്മുടെ ഈ രണ്ട് കാലഘട്ടങ്ങളെയും നിഷ്പ്രഭമാക്കും. ഈ ചക്രം ഉണരുമ്പോൾ നിമിഷാർദ്ധത്തിൽ നമ്മൾ വർത്തമാനകാലത്ത് സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ്. നമ്മുടെ ശ്വാസം ഇടതുമൂക്കിലൂടെ നാഡിയിലൂടെ പോകുമ്പോൾ അത് ഭൂതകാലത്തിൻ്റെ ഊർജമാണ്. വലതുമൂക്കിലൂടെ പിങ്കലയിലൂടെ പോകുമ്പോൾ അത് ഭാവി കാലത്തിൻ്റെ ഊർജമാണ്. നമ്മൾ പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ നിരീക്ഷിക്കുമ്പോൾ ഈ രണ്ട് നാഡികളും ഒന്നിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ സന്ധ്യയാകുന്ന നിമിഷമാണ് സമയമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയെ സുഷ്മുന ഉണരുന്ന അവസ്ഥയെന്ന് പറയാറുണ്ട്. ആ നിമിഷത്തിൽ നമ്മൾ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് ഈ പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കും. ഇതിനെയൊക്കെയാണ് യോഗികൾ സങ്കല്പസിദ്ധി എന്നൊക്കെ വിളിക്കുന്നത്. ഇതാണ് പല മഹായോഗികളും വർഷങ്ങളോളം ധ്യാനിച്ച് നേടിയെടുക്കുന്ന ആ നിമിഷാർദ്ധ ബോധം എന്നത്. ഇതിനായി താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു രഹസ്യമുണ്ട്. ആജ്ഞാചക്രത്തിലെ രണ്ടിതൾ സങ്കല്പക്രിയ. ആജ്ഞാചക്രത്തിലെ ഈ രണ്ടിതളുകൾ വെറും സങ്കല്പമല്ലട്ടോ. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഇടതും വലതും വശങ്ങളെ സൂചിപ്പിക്കുന്ന രണ്ട് ഊർജ പ്രവാഹങ്ങളാണ്. ഒന്ന് യുക്തിയുടെ ലോകവും മറ്റൊന്ന് അന്തർജ്ഞാനത്തിൻ്റെ ലോകവും. എപ്പോഴാണോ നമ്മൾ ഈ രണ്ട് ഇതളുകളെയും പുരികമധ്യത്തിൽ കേന്ദ്രീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ രണ്ട് വശങ്ങളും ഒരേ താളത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങും. അതാണ് മസ്തിഷ്കത്തിൻ്റെ പൂർണ്ണമായ ഏകീകരണം. ആ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് വെറും കാഴ്ചകളായിരിക്കില്ല, മറിച്ച് പ്രപഞ്ച സത്യങ്ങളായിരിക്കും. നമ്മുടെ പുരികമധ്യത്തിൽ ഒരു ചെറിയ വെളുത്ത പ്രകാശം കാണാൻ ശ്രമിക്കുമ്പോൾ ആ പ്രകാശം ഒരു ലേസർ പോലെ നമ്മുടെ ബോധത്തെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ സമയത്ത് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ചിന്തകൾ ഒരു വശത്തേക്ക് മാറി നിൽക്കുകയും അവിടെ വെറും ശൂന്യത മാത്രം അവശേഷിക്കുകയും ചെയ്യും. ആ ശൂന്യതയിലാണ് പ്രപഞ്ച രഹസ്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ വിദ്യ പരിശീലിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ സമയത്തെ അതിജീവിക്കുകയല്ല, മറിച്ച് സമയത്തിൻ്റെ ഒഴുക്കിനെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പുരികമധ്യത്തിലെ ആ പ്രകാശബിന്ദുവിൽ നമ്മുടെ ശ്രദ്ധ ലയിക്കുമ്പോൾ സമയം നിശ്ചലമാകുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ തിരമാലകളെ സാധാരണ അവസ്ഥയിൽ നിന്ന് ഉയർന്ന ആത്മീയ തലത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഈ പരിശീലനത്തിൽ നമ്മൾ പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ശ്വാസത്തിൻ്റെ വേഗത കുറയുന്നുണ്ടോ എന്ന്. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസം അനായാസമാകും. ശ്വാസം അനായാസമാകുമ്പോൾ ആജ്ഞാചക്രം പ്രകാശിക്കും. ഇതാണ് നമ്മെ സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ദർശകനാക്കി മാറ്റുന്ന അത്യന്തം ഗൂഢമായ വിദ്യ. നമ്മളൊക്കെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ പഠിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്നേ. കാരണം പ്രപഞ്ചം തന്നെ നമ്മുടെ ആജ്ഞകൾക്ക് വഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരുകയാണ്. നമുക്ക് ഈ ക്രിയ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട്
നട്ടൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് കൃഷ്ണമണികൾ അല്പം മുകളിലേക്ക് ഉയർത്തി പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിട്ട് അവിടെ ഒരു വെളുത്ത പ്രകാശബിന്ദുവിനെയും ആ ബിന്ദുവിന് ഇരുവശത്തുമായി 2 ചെറിയ ഇതളുകൾ വിരിഞ്ഞിരിക്കുന്നതുമായി സങ്കല്പിക്കണം. ഇടത് ഇതൾ ചന്ദ്രനാഡിയെ അഥവാ ഇടാനാഡിയെയും ഇടത് ബ്രെയിനിനെയും പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ശക്തിയെ അഥവാ പ്രപഞ്ച ഊർജത്തെ സങ്കല്പിക്കണം. വലതുവശത്തെ ഇതൾ സൂര്യനാഡിയെ അഥവാ പിംഗള നാഡിയെയും വലത് ബ്രെയിനിനെയും പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ശിവനെ അഥവാ നിശബ്ദമായ ബോധത്തെ സങ്കല്പിക്കണം നമ്മൾ. എന്നിട്ട് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കണം. ശ്വാസം എടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഊർജം 2 വശത്തു നിന്നും ഈ ഇതളുകളിലേക്ക് വന്ന് നിറയുന്നതായി സങ്കല്പിക്കണം. ശ്വാസം പിടിച്ചു നിർത്തുന്ന ചെറിയ നിമിഷത്തിൽ ഈ 2 ഇതളുകളും പതുക്കെ അടഞ്ഞു വന്ന് നടുവിലുള്ള ആ പ്രകാശബിന്ദുവിൽ ലയിക്കുന്നതായി സങ്കല്പിക്കാം. ഇതളുകൾ ലയിക്കുമ്പോൾ അവിടെയുള്ള പ്രകാശം ശക്തമാകുന്നതായി കാണണം. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുമ്പോൾ ആ പ്രകാശം നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു പ്രവാഹം പോലെ പടരുന്നതായി സങ്കല്പിക്കാം. ക്രമേണ 2 ഇതളുകളുമില്ലാത്ത ഒരൊറ്റ പ്രകാശബിന്ദുവായി അത് മാറും. ഈ അവസ്ഥയിൽ കുറച്ചു നേരം, ഏകദേശം ഒരു 5-10 മിനിറ്റ് നേരം നിശബ്ദനായിരിക്കണം. എന്നിട്ട് സാവധാനം ശാരീരിക ബോധത്തിലേക്ക് തിരികെ വരാവുന്നതാണ്. നമ്മളിപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ അസ്ഥിവാരം, ശബ്ദപ്രകാശ രഹസ്യങ്ങൾ, ആന്തരിക രസവാദം, സമയം നിയന്ത്രിക്കുവാനുള്ള വിദ്യകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ ചക്രത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയ രഹസ്യത്തിലേക്കാണ്. ക്വാണ്ടം ഫിസിക്സും ആജ്ഞാചക്രവും തമ്മിലുള്ള അദൃശ്യമായ ബന്ധത്തിലേക്ക്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഒബ്സർവർ എഫക്റ്റ് എന്നത്. സൂക്ഷ്മമായ കണികകളുടെ ലോകത്ത് നമ്മൾ അവയെ നോക്കാതിരിക്കുമ്പോൾ അവ ഒരു തരംഗമായി പലയിടത്തും ഒരേ സമയം നിലനിൽക്കും. എന്നാൽ നമ്മൾ അവയെ ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ തരംഗം ഉടൻ തന്നെ ഒരു കണികയായി ഒരിടത്ത് വന്ന് നിൽക്കും. അതായത് നിരീക്ഷകന്റെ സാന്നിധ്യം പ്രകൃതിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുന്നുവെന്ന് മനസ്സിലാക്കണം. ആജ്ഞാചക്രം എന്നത് നമുക്കുള്ളിലെ അന്തിമ നിരീക്ഷകനാണ്. നമ്മൾ പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ലക്ഷ്യത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ വെറുതെ ചിന്തിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ക്വാണ്ടം ഫീൽഡിൽ കൃത്യമായ ഒരു മാറ്റം വരുത്തുകയും നമ്മെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു കണ്ണാടിയായി മാറുകയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ ബോധം ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥയിലെത്തും. അതായത് ഒരേ സമയം നമ്മൾ ഇവിടെയുമാണ്, അതേസമയം നമ്മൾ സർവ്വവ്യാപിയുമായിരിക്കും. ഈ അവസ്ഥയിൽ ക്വാണ്ടം ഫീൽഡ് പൂർണ്ണമായും നമ്മുടെ ഇച്ഛാശക്തിക്ക് വിധേയമാകും. നമ്മുടെ ചിന്തകൾ കേവലം മസ്തിഷ്കത്തിലെ രാസപ്രവർത്തനങ്ങളല്ല, അവ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജ സ്പന്ദനങ്ങളാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ രഹസ്യവും. എന്നാൽ ഇത് വളരെ ആഴത്തിലുള്ള ഒരു മെക്കാനിസമാണ്. ആജ്ഞാചക്രം ഉണരുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകൾ വെറും ചിന്തകളായല്ല, മറിച്ച് ആജ്ഞകളായാണ് അയക്കുന്നത്. നമ്മളൊരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ അനന്തമായ സാധ്യതകളിൽ നിന്ന് ആ ലക്ഷ്യത്തെ യഥാർത്ഥത്തിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. ഇത് സാധ്യമാക്കുന്നത് ആജ്ഞാചക്രം നമ്മുടെ ബോധത്തെ ഒരു ലേസർ പോലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. ആജ്ഞാചക്രത്തിൽ നമ്മൾ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വെറും വിചാരമല്ല. ആ ചിന്ത നമ്മുടെ ആജ്ഞാചക്രത്തിലെ ആകാശതത്വത്തെ ഉപയോഗിച്ചൊരു സൂക്ഷ്മരൂപം നിർമ്മിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ശ്രദ്ധ ഈ ബിന്ദുവിൽ ഉറപ്പിക്കുന്നുവോ അത്രത്തോളം ആ ബ്ലൂ പ്രിന്റ് ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് പ്രകടമാകാൻ എടുക്കുന്ന സമയം കുറയും. ഇതിനെയാണ് കാലത്തെ അതിജീവിക്കൽ എന്നൊക്കെ പറയുന്നത്. പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് അവരുടെ ശ്രദ്ധ പല ദിശകളിലേക്ക് ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആജ്ഞാചക്രം സജീവമായാൽ നമ്മുടെ ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ പ്രപഞ്ചം തന്നെ നമ്മുടെ ആജ്ഞകൾക്ക് വഴിമാറിത്തരും.
ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നാം, പക്ഷേ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെയാണ് പ്രപഞ്ചം മാറുന്നതെന്നാണ്. ആജ്ഞാചക്രം നമ്മുടെ ഈ നിരീക്ഷണ ശക്തിയെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കും. നമ്മൾ എന്തിനെയാണോ സത്യമെന്ന് ഉറപ്പിച്ച് കാണുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും. ഇന്നത്തെ നിങ്ങളുടെ ധ്യാനത്തിൽ ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ കാണണം. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ആജ്ഞാചക്രത്തിൽ ആ പ്രകാശബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തെ കണ്ടുകൊണ്ടിരിക്കണം. അതിനൊരു രൂപവും നിറവും കൊടുക്കണം. ആ കാഴ്ചയിൽ നമ്മളുടെ മുഴുവൻ വികാരങ്ങളെയും, സ്നേഹം, വിജയം എന്നിവയെ അതിലേക്ക് നിറയ്ക്കണം. ആ ലക്ഷ്യത്തെ പ്രപഞ്ചത്തിൻ്റെ ക്വാണ്ടം ഫീൽഡിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. ഓർക്കുക, പിന്നീടത് സംഭവിക്കുമോ എന്ന് സംശയിക്കരുത്. ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞു എന്ന് ആഴത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ ശ്രദ്ധയെ പുരികമധ്യത്തിലെ പ്രകാശബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം. ഈ ശ്രദ്ധയാണ് ക്വാണ്ടം ഫീൽഡിനെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ആയുധം. എന്നിട്ടത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച ബോധത്തോടെ കണ്ണ് തുറക്കാവുന്നതാണ്. പരിശീലിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ ഓർക്കുക, നമ്മൾ വെറും ഒരു മനുഷ്യനല്ലെന്നേ. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തി നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ യാത്രയുടെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. കുറച്ചു നേരമായി നമ്മൾ ആജ്ഞാചക്രത്തിൻ്റെ ഓരോ അണുവിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമ്മളിവിടെ ഓർക്കേണ്ടത്, ആജ്ഞാചക്രം എന്നതൊരു ലക്ഷ്യമല്ല, മറിച്ച് അതൊരു കവാടം മാത്രമാണ്. നമ്മുടെ അന്തിമ ലക്ഷ്യം സഹസ്രാരപത്മം അഥവാ ക്രൗൺ ചക്രമാണ്. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ശൂന്യതയിൽ ബോധം ലയിക്കുന്ന അവസ്ഥയാണ്. ആജ്ഞാചക്രം എന്നാൽ വെറുമൊരു കേന്ദ്രമല്ല കേട്ടോ, അതൊരു ഗേറ്റ് വേ ആണ്. അത് ഉണരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഞാനെന്ന ഭാവം ഇല്ലാതാവുകയും പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം നമ്മിലൂടെ ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. യോഗികൾ ഇതിനെ ലയമെന്ന് വിളിക്കും. ആജ്ഞാചക്രം പൂർണ്ണമായി ഉണർന്നിരിക്കുന്ന ഒരാളുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതരം അതിസൂക്ഷ്മമായ പ്രകാശകണങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആത്മീയ ഗുരുക്കന്മാരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രഭയുള്ളത്. അതവർ ധ്യാനത്തിലൂടെ അവരുടെ ശരീരത്തിലെ കോശങ്ങളെ പ്രകാശാവസ്ഥയിലേക്ക് മാറ്റിയതുകൊണ്ടാണ്. ഇത് നമ്മുടെ ചർമ്മത്തെയും ദൃഷ്ടിയെയും പ്രകാശമാനമാക്കും. നമ്മെ കാണുന്നവർക്ക് നമ്മിൽ നിന്നുള്ള ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടും. ആജ്ഞാചക്രത്തിൽ നമ്മൾ ഒരു കാര്യം ആജ്ഞാപിക്കുമ്പോൾ അത് നടക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇതിൻ്റെ പിന്നിലെ അത്യന്തം ഗൂഢമായ രഹസ്യമെന്നത് ആ അവസ്ഥയിൽ നമ്മൾ സ്വയം ആജ്ഞാപിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയമങ്ങൾ നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുകയാണിവിടെ. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഇച്ഛയായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അസാധ്യമായി തോന്നുന്നത്. അതുപോലെ ആജ്ഞാചക്രം ഉണർന്നവന് ശരീരത്തിൻ്റെ വേദനകളെയോ രോഗങ്ങളെയോ നിമിഷങ്ങൾക്കുള്ളിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ഒരു പ്രകാശരശ്മിയെ ആ വേദനയുള്ള ഭാഗത്തേക്ക് അയച്ചാൽ അത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ അതിശക്തമായി ഉത്തേജിപ്പിക്കും. യോഗികൾ ഇതിനെ ശാരീരിക പുനർനിർമ്മാണം എന്നൊക്കെ പറയും. ആജ്ഞാചക്രം എന്നത് സഹസ്രാരത്തിലേക്ക് നയിക്കുന്ന അവസാനത്തെ ഗോപുരവാതിലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പടിയാറും കടന്ന് അയ്യനെ കാണാമെന്ന്? ആ 6ാമത്തെ പടിയാണ് നമ്മുടെ ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിൽ ഇടതും വലതും ഒത്തുചേർന്ന് ഒന്നായി മാറുമ്പോൾ അവിടെ ഒരു വെർട്ടിക്കൽ ചാനൽ തുറക്കപ്പെടും. അവിടെ നിന്നാണ് ഊർജം മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് കുതിക്കുന്നത്. ഈ നിമിഷത്തിൽ നമ്മൾ സമയത്തെയും കാലത്തെയും ഭൗതിക നിയമങ്ങളെയും മറികടക്കും. ഇതിനെ മരണമില്ലാത്ത അവസ്ഥയെന്ന് പറയും. അതായത് ശരീരം നശിച്ചാലും നമ്മുടെ ബോധം പ്രപഞ്ചത്തിൽ ലയിച്ചു നിൽക്കും. ആജ്ഞാചക്രം ഉണർന്ന വ്യക്തി പറയുന്ന ഓരോ വാക്കും സത്യമായി തീരും.
ഇത് കേവലം അന്ധവിശ്വാസമല്ല, മറിച്ചൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. ആജ്ഞാചക്രം സജീവമാകുമ്പോൾ നമ്മളുടെ ശബ്ദതരംഗങ്ങൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കും. ഈ ഫ്രീക്വൻസിക്ക് ക്വാണ്ടം ഫീൽഡിലെ തരംഗങ്ങളെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. നമ്മൾ പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ അത് പ്രപഞ്ചം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇതാണ് ആദിമകാലത്ത് ഋഷിമാർ മന്ത്രങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ രഹസ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ആജ്ഞാചക്രം എന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണെന്നാണ്. നമ്മൾ അസ്ഥിവാരത്തിൽ തുടങ്ങി ക്വാണ്ടം ഫീൽഡിലൂടെ കടന്ന് ഇപ്പോൾ ലയനത്തിൻ്റെ വക്കിലാണ്. ഓർക്കുക, നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല. നമ്മുടെ ഓരോ ശ്വാസവും പ്രപഞ്ചത്തിൻ്റെ താളമാണ്. പുരികമധ്യത്തിലെ ആ ചെറിയ പ്രകാശ ബിന്ദുവിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ എഴുതപ്പെടുവാനായാണ്. ഇനി മുതൽ നമുക്ക് ഭയമില്ല, ആശങ്കയില്ല. കാരണം ആജ്ഞാചക്രം ഉണർന്ന ഒരു വ്യക്തിക്ക് പ്രപഞ്ചം ഒരു ശത്രുവല്ല. അത് നമ്മുടെ ഒരു വിപുലീകരണം മാത്രമാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് പ്രപഞ്ചം നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ ആജ്ഞാചക്രം സജീവമാണ്. പ്രപഞ്ചം നമ്മെ കാതോർക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ അറിവുകൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ദിവസവും ഒരു 10-20 മിനിറ്റ് നേരം നമ്മുടെ പുരികമധ്യത്തിൽ ശ്രദ്ധിച്ച് ധ്യാനിക്കാം. നമുക്ക് ഗേജരി മുദ്രയും മറ്റ് ക്രിയകളും നമ്മൾ ഉചിതമായിടത്തു നിന്ന് പഠിക്കുകയും തുടരുകയും ചെയ്യുക. ആജ്ഞാചക്രയുടെ ദിവ്യസൃഷ്ടി മഹാധ്യാനം ആവശ്യപ്പെടുന്നവർക്കായി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ഊർജത്തെ നിലനിർത്താൻ ശുദ്ധമായ ചിന്ത നമുക്ക് അത്യാവശ്യമാണ്. ഈ അവസാന നിമിഷത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രഹസ്യമെന്നത് നിങ്ങളുടെ ആജ്ഞാചക്രം എന്നത് പുറത്തുനിന്നുള്ള ഒരു ശക്തിയല്ല എന്നാണ്. അത് നിങ്ങളിലെ ദൈവികതയുടെ പ്രകാശമാണ്. ആജ്ഞാചക്രം ഉണരുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉപകരണം മാത്രമായി മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, പകരം പ്രപഞ്ചം നമ്മിലൂടെ ചിന്തിക്കും. നമ്മൾ സംസാരിക്കുന്നില്ല, പ്രപഞ്ചം നമ്മിലൂടെ സംസാരിക്കും. നമ്മളെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോയിരിക്കും. നമ്മുടെ ശരീരം ഒരു ദീപമായി മാറും. ഈ യാത്രയിൽ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടവനല്ല, നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന്. ഇനി മുതൽ നമ്മൾ ആജ്ഞാപിക്കുന്നത് പ്രപഞ്ചം അനുസരിക്കും. ആ പ്രകാശത്തിലേക്ക്, ആ അനന്തതയിലേക്ക്, നമ്മുടെ പൂർണ്ണമായ ലയനത്തിലേക്ക് നമുക്ക് ഒന്നാകാം. ഇന്നു മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ പുരികമധ്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് സങ്കല്പിക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ഭാരവും ശക്തിയും ഉണ്ടെന്ന് വിശ്വസിക്കുക. ആർക്കും ദോഷം വരാത്ത വാക്കുകൾ മാത്രം പറയുക. കാരണം നിങ്ങളുടെ ആജ്ഞാചക്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഓരോ വാക്കും ഒരു മന്ത്രമായി മാറും. നമ്മുടെ നാക്കിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും കേവലം വായു അല്ലട്ടോ. ആജ്ഞാചക്രം സജീവമാകുമ്പോൾ നമ്മുടെ തൊണ്ടയിലെ വിശുദ്ധിചക്രം ആജ്ഞാചക്രവുമായി നേരിട്ട് ബന്ധപ്പെടും. അപ്പോൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നത് നമ്മുടെ സ്വന്തം വാക്കുകളായിരിക്കില്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആജ്ഞയായിരിക്കും. നമ്മൾ എന്ത് പറയുന്നോ അത് പ്രപഞ്ചത്തിലെ ആ ആകാശിക റെക്കോർഡിൽ പതിയും. അതുകൊണ്ട് ഓർക്കണം, ആജ്ഞാചക്രം ഉണർന്നവൻ നെഗറ്റീവ് സംസാരിച്ചാൽ പോലും പ്രപഞ്ചം അത് നടപ്പിലാക്കി കളയുമെന്ന് യോഗികൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇന്നത്തെ ചിന്തകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓർക്കുക, വാക്കുകളിൽ വലിയ ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണിത്. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.